നമസ്കാരം. വിമാനത്താവളങ്ങളിൽ വെച്ച് യാത്രക്കാർക്ക് സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് സ്വാഭാവികമായി സംഭവിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും മറന്നു പോകുന്നതായിരിക്കും. പാസ്പോർട്ട്, തിരിച്ചറിയൽ കാർഡുകൾ എന്നിവയാകും ഭൂരിഭാഗം പേരും മറന്നു പോകുന്നത്. ഇത്തരത്തിൽ 2025 കളഞ്ഞു കിട്ടിയ വസ്തുക്കളുടെ ഞെട്ടിക്കുന്ന കണക്കുകൾ പുറത്തുവിട്ടിരിക്കുകയാണ് UAE ആഭ്യന്തര മന്ത്രാലയം. 2025 ഡിസംബർ 31 വരെയുള്ള കണക്കുകൾ പ്രകാരം 22,000-ലധികം വസ്തുക്കൾ നഷ്ടപ്പെട്ടുവെന്ന പരാതി വിമാനത്താവളങ്ങളിൽ ലഭിച്ചിട്ടുണ്ട്. എന്നാൽ 35,000-ലധികം വസ്തുക്കളാണ് വിമാനത്താവളത്തിൽ കണ്ടെത്തിയത്. എന്നുവെച്ചാൽ ഏകദേശം 10,000-ലധികം വസ്തുക്കൾ അനാഥമായി വിമാനത്താവളത്തിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. നഷ്ടപ്പെട്ടുവെന്നാലും പരാതി നൽകാത്ത നിരവധി വില കൊടുപ്പുള്ള വസ്തുക്കൾ വിമാനത്താവളത്തിൽ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇവയെല്ലാം വിമാനത്താവളത്തിൽ നിന്ന് പോലീസ് വകുപ്പിലേക്ക് കൈമാറിക്കഴിഞ്ഞു. അതിൽ തന്നെ 21,076 എണ്ണവും നഷ്ടപ്പെട്ടു പോയ തിരിച്ചറിയൽ കാർഡുകളാണ്. 1,126 പാസ്പോർട്ടുകളും മൊബൈൽ ഫോണുകളും ലൈസൻസ് പ്ലേറ്റുകളും ലാപ്ടോപ്പുകളും ഒക്കെ ഇതിൽപ്പെടുന്നു. 1,208 പേരുടെ വാലറ്റുകൾ നഷ്ടപ്പെട്ടു. 666 പേർക്ക് മോതിരം നഷ്ടപ്പെട്ടതായി പരാതി ലഭിച്ചിരുന്നു. വിനോദസഞ്ചാരികൾ ധാരാളമായി എത്തിയിരുന്ന ഡിസംബർ മാസത്തിലാണ് ഏറ്റവും കൂടുതൽ പരാതി ലഭിച്ചത്. UAE-യിലുടനീളം കണ്ടെത്തിയ വസ്തുക്കളിൽ 99.1% ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് ലഭിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി അധികൃതർ പറയുന്നത് ഒരു കറുത്ത നിറത്തിലുള്ള ജാക്കറ്റാണ്. അതിനുള്ളിൽ 30,570 യൂറോ ഉണ്ടായിരുന്നു. ഏകദേശം 1,21,974 ദിർഹം, അതായത് ഏകദേശം 31,68,233 രൂപ. ഇതും പോലീസിന് കൈമാറിയിട്ടുണ്ട്. ഇത്രയും വലിയ തുക നഷ്ടപ്പെട്ടിട്ടും ഇതിലെ യഥാർത്ഥ അവകാശി ഇതുവരെ പരാതിയുമായി രംഗത്തെത്തിയിട്ടില്ല.